അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല ഗൈസ്, 3 വർഷത്തെ കഷ്ടപ്പാടിന് ഒരറുതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കയറിയിട്ട് റീച്ചായി. ഒപ്പം തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനുമായിട്ടോ. മോണിറ്റൈസേഷൻ ഓണായി എന്ന് മാത്രമല്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് ഇൻകം വന്നു തുടങ്ങി. ഇൻകം മീൻസ് പൈസ വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ വേറൊരു കാര്യം പറയട്ടെ, ഈ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് മുന്നേക്കൊരവസ്ഥ ഉണ്ട്. മീൻസ് ഇപ്പോൾ ഇത് സമയം ഇവിടെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ ഓണായി ആഡ്സൻസ് കയറാൻ തുടങ്ങിയ ടൈമിൽ എൻ്റെ ലെവൽ വേറെ ഒന്നുമല്ല. എനിക്ക് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഇവിടെ ചേച്ചിമാരോട് അനിയത്തിമാരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഹാപ്പിനെസ് കൂടി കഴിഞ്ഞാൽ എൻ്റെ ഈ 2 സൈഡിലും ഓരോ ഞരമ്പിട്ട് തലേൻ്റെ പുറകത്ത് ഞരമ്പ് ഇങ്ങനെ വണ്ണം വെച്ചിട്ട് അത് പൊട്ടാൻ പാകത്തിനാവും. അപ്പോൾ ഞാൻ ഇവിടെ ഇവരോട് എപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഒരു പിന്നെ സന്തോഷം വരുമ്പോഴല്ല എൻ്റെ ഞരമ്പ് പൊട്ടാന്നൊക്കെ പറഞ്ഞാൽ ഒരു എന്നെ കളിയാക്കലുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ ഇത് ഓണായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് വന്ന് ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ച സത്യത്തിൽ ഞാൻ മരിക്കുകയാണുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴേൻ്റെ സൗണ്ട് കേൾക്കുക. അപ്പോൾ എൻ്റെ ലെവൽ വേറെയാണ്. കാരണം പ്രഷർ കൂടിയതാണോ ഇനി ഷുഗർ എന്തൊക്കെയോ സംഭവിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ടു. അപ്പം എനിക്കൊരു സ്വഭാവമുണ്ട്, നമുക്ക് ടെൻഷൻ വരുന്ന ടൈമിലൊക്കെ ഞാനത് വീഡിയോ എടുത്തേക്ക് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തൊക്കെ വെക്കും. കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഞാനും എൻ്റെ കെട്ടിയനും കച്ചറ കൂടിയാണ്. ചെറിയ പ്രായമല്ലേ, 10-17 വയസ്സിൽ കല്യാണം കഴിഞ്ഞില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ കച്ചറ കൂടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കരയും, നല്ലോണം കരയും. അപ്പോൾ മിസ്റ്റേക്ക് 101% മിസ്റ്റേക്ക് ഉണ്ട് എടുക്കാം. പക്ഷെ കരച്ചിൽ ഞാൻ മുന്നിക്കുണ്ടാവും. അപ്പോൾ കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അത് ഫോട്ടോ എടുത്തേക്കും. എന്നിട്ട് തന്നെ ഞങ്ങൾ നല്ല സ്വഭാവമാകുമ്പോൾ ഞാനും തെറ്റിലൊക്കെ കഴിഞ്ഞ് മിണ്ടുന്ന ടൈമിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും മോണിറ്റൈസേഷൻ ഓണായ ടൈമിൽ ഞാൻ പറയും, സത്യത്തിൽ ഞാൻ വിചാരിച്ച് ഞാൻ മരിക്കുകയാണെന്നുള്ളത്. അത് ജസ്റ്റ് ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലച്ചിട്ട് അപ്പൂൻ്റെ വീട്ടിൽ കളിക്കാൻ പോയിരുന്നു. അപ്പോൾ ഓള് വന്നതാണ്. ഇപ്പോൾ എന്തോ വന്നെടുത്ത് അങ്ങോട്ട് തന്നെ പോവാണ്. എന്നിട്ട് അപ്പം എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. വെറുതെ രസത്തിന് മീൻസ് ഞാൻ വിചാരിച്ച് ഞാൻ മരിക്കുക തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കുഞ്ഞു ഭാഗം ഞാൻ അതിൽ ഉൾപ്പെടുത്തി. നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത് കേട്ടോ. എപ്പോഴും എനിക്ക് സന്തോഷം വരുമ്പോണ്ട് ഇനി അതൊരു ഡോക്ടറെ കാണിക്കണം. പിന്നെ ഞാനത് നോർമലി ആയി താഴപ്പുറം ക്ലിനിക്ക് പോയി. അപ്പോൾ പ്രഷർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് 1/2 മണിക്കൂർ അവിടെ കടന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സന്തോഷം പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷം ഉണ്ടാവാറില്ല. കാരണം 3 വർഷത്തെ കഷ്ടപ്പാടിനാണ് ഒരു അറുതി വന്നിട്ടുള്ളത്. മാത്രമല്ല മോണിറ്റൈസേഷൻ ഓണായി നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ എൻ്റെ ഭാഗ്യം പോലെ ഉണ്ടാവും. പക്ഷെ എന്തായാലും ഞാൻ ഇട്ട് വീണ് പിന്നോട്ട് മാറാതെ വീഡിയോ അപ്ലോഡ് ചെയ്തേ കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ ദൈവം സഹായിച്ച് ഞാൻ എത്തി. അപ്പോൾ എല്ലാവരോടും ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയധികം നന്ദിയുണ്ട്. നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാകും. കാരണം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഒരേ ഒരാളോട് മാത്രമേ ഉള്ളൂ. സാധാരണ ഞാൻ നല്ലോണം കരയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ കരച്ചിലൊക്കെ 10 മണിക്ക് കഴിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ ചിലപ്പോൾ എൻ്റെ കരച്ചിൽ കാണില്ല. ഫസ്റ്റിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കെട്ടിയവനോടാണ്. കാരണം മൂപ്പരിനോട് ചെയ്യണ്ട, ചാനൽ തുടങ്ങണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദിക്ക് പറയാനുള്ളത് ആ ഒരാളോടാണ്. കാരണം മൂപ്പരിനോട് ഇത് ചെയ്യണ്ടെന്ന് നോ പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കെട്ടിയവനോട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫാമിലികളോടാണ്. ഫാമിലി മീൻസ് ഒന്ന് നിങ്ങൾ, കാരണം നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടാണ് എനിക്കിത് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. പിന്നെ എൻ്റെ 2 ഫാമിലി മീൻസ് 3 ഫാമിലി, ഒന്ന് നിങ്ങൾ, ഒന്നിൻ്റെ കെട്ടിയവൻ്റെ ഫാമിലി, ഒന്നിൻ്റെ സ്വന്തം ഫാമിലി. കാരണം 2 ഫാമിലിയുടെ സപ്പോർട്ട് വേണം നമുക്ക് എന്തോ ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളൊപ്പം വേണമല്ലേ. അപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ ഫാമിലിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. ഒപ്പം തന്നെ എൻ്റെ 2 ഫാമിലി. വേറെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു നന്ദിയുമെന്ന് ഞാൻ അത് ഒതുക്കൂല കേട്ടോ. പൂരങ്ങൾ ഇങ്ങനെ കാണാൻ നിൽക്കണുള്ളൂ. കാരണം ഈ ഒരു നന്ദി വാക്കുമ്പോൾ ഒതുക്കാനുള്ളതല്ല എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഈ ഒരു നന്ദി വാക്കുമ്പോൾ അവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല ഈ സന്ധ്യ എന്നുള്ള ഞാനെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരാനുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടും കൂടെ വേണം. ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ തുടർന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ചാനൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോടേക്ക് ഷെയർ ചെയ്യാണ്ട്.
അതൊക്കെ ഞാൻ എന്തായാലും പറയും. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ കടന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ $100 ആയാലേക്ക് അത് വിഡ്രോവൽ ചെയ്യാൻ പറ്റുള്ളൂ പൈസ. പൈസേനേക്കാൾ ഉപരിയാണല്ലോ മറ്റുള്ള പലതും. കാരണം ബന്ധങ്ങൾ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പൈസയും കൊണ്ടൊന്നും ഒന്നും ആവില്ല, എവിടെ എത്തൂല. പൈസ വേണം, ഒപ്പം ബന്ധങ്ങളും വേണം. ആ ഒരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പോൾ കരച്ചിലൊക്കെ മുന്നേ കഴിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്കിപ്പോൾ കരച്ചിൽ കാണണ്ട, അല്ലെങ്കിൽ കാണേന്ന് പൂരം അത്ര അധികം ഒന്ന് കരഞ്ഞിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രത്യേകിച്ച് വിശേഷം കാര്യങ്ങളൊന്നുമില്ല. നന്ദി പറയുമ്പോൾ അതൊരു വെറുമാക്കായിട്ട് ഒതുങ്ങും. പക്ഷേ നന്ദി മാത്രമല്ല, പ്രവൃത്തികൾ ഒരുപാട് ഇനി വരാനുണ്ട്. അപ്പം എല്ലാവരോടും, എൻ്റെ 3 ഫാമിലിനോടും ഒപ്പം തന്നെ എൻ്റെ കെട്ടിയവനോടും, പിന്നെ അതേപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ട്. എൻ്റെ പോസ്റ്റൽ ഫാമിലി, അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദി. എന്താണ് എൻ്റെ സന്തോഷം എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സന്തോഷം മാത്രമല്ല, ഒപ്പം തന്നെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഒപ്പം എനിക്കൊരു ടിപ്പും കൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരിക്കലും ഒന്നും എന്നെക്കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഇത് ഒതുങ്ങിക്കൂടി ഞാനിവിടെ ജീവിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ചോറും കറിയും വെച്ച് മക്കളെ നോക്കി നിൽക്കണം എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തിരുത്തി എഴുതുന്ന സമയമായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ വേണ്ടപ്പെട്ടവരെ നമുക്ക് സഹായിക്കാം. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കെട്ടിയവനെ സഹായിക്കുക, അല്ലെങ്കിൽ മക്കളാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മേനെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ആരാണോ നമുക്ക് വേണ്ടപ്പെട്ടത് ഓരോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 1 പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ 2 പിന്നെ സ്വയം നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. കാരണം ഞാനൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് TV കണ്ടിട്ടും അതേപോലെ വാർത്ത കണ്ടിട്ടും അല്ലെങ്കിൽ റോട്ടിൽ കൂടെ വയ്യാത്തൊരാൾ പോകണ കണ്ടാൽ അങ്ങനെ കരഞ്ഞിരുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ കരയാൻ പോയിട്ടൊന്നും ആലോചിക്കാൻ കൂടെ സമയമല്ല. അത് വിചാരിച്ച് ഇപ്പോഴും വാർത്തയിലൊക്കെ എന്തെങ്കിലും നമുക്ക് ടെൻഷൻ തന്നെ കണ്ടാൽ ഞാൻ കരയും. പക്ഷെ അതല്ല ഞാൻ പറയണത്. എന്തെങ്കിലും നമുക്ക് ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള അസുഖം കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. പണ്ട് ഞാൻ വരായികൾ ചിന്തിക്കും, ഈശ്വര ഇന്നിപ്പോൾ പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചാരിക്കലും എന്തെങ്കിലും പറ്റിയ എന്താകും അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊക്ക് എന്തെങ്കിലും പറ്റിയ എന്താകും അവസ്ഥ എന്നൊക്കെ വൃത്തൊക്കെ അറിയാം. ശരിക്കും പറഞ്ഞൊരു ഭ്രാന്തിൻ്റെ അവസ്ഥ എനിക്ക്. അതിനൊക്കെ റിക്കവറായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പൈസേൻ്റെ ബുദ്ധിമുട്ടുള്ളൊരു ടൈമായിരുന്നു കോവിഡിൻ്റെ ടൈം. അതുവരെ എൻ്റെ ചേച്ചിമാരൊക്കെ പറയും, സന്ധ്യ എന്തിനെങ്കിലും പോയിക്കോ, 10 രൂപ കിട്ടിയതായല്ലോ വെച്ച് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചാണല്ലോ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളൊന്ന് പോയിക്കോട്ടെ, ഞാൻ പോകില്ല അറിയട്ടോ. പക്ഷേ ആ കോവിഡിൻ്റെ ടൈമിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ പോയി ആ ഒരു കോഴ്സ് പഠിച്ചു. അതിനുശേഷം ഡെയിലി വേജിന് പോസ്റ്റേഴ്സിൽ ജോലി ചെയ്തു. ഒപ്പം തന്നെ ഇപ്പോൾ കുടുംബശ്രീൻ്റെ ഒരു ഹോം ഷോപ്പ് പദ്ധതിയുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാനൊരു അംഗമായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഹരിതകർമ്മസേനയുടെ പോലെ ഗവൺമെൻറ് അംഗീകൃതമായിട്ട് വരും എന്ന് പറയണേ കൊണ്ടാണ് ഞാൻ നല്ലോണം റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ആ ഒരു ഇതും ചെയ്യുന്നത്. ഒപ്പം തന്നെ പിന്നെ വീഡിയോ സമയമില്ല ശരിക്കും പറഞ്ഞാൽ. രാവിലെ 9 മണിക്കാണ് നമ്മൾ ഓഫീസ് തുറക്കുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് രാവിലെ 6 മണിയൊക്കെ നീക്കാൻ അമ്മയുള്ളതും കൊണ്ട് എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, വീട്ടിലെ അമ്മയുള്ളതും കൊണ്ട്. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ നീച്ചതിന് ശേഷം പിന്നെ രാവിലത്തെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഒരുക്കി ലക്ഷ്മിനെയൊക്കെ സെറ്റാക്കി നിർത്തിയതിന് ശേഷം അമ്മയ്ക്കും കൂടെ തൊഴിലുറപ്പൊക്കെ ഉണ്ടാകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അമ്മ വീട്ടിലേക്ക് യാതൊരു ടെൻഷനില്ല വീട്ടിലത്തെ കാര്യങ്ങൾക്ക്. തൊഴിലുറപ്പ് ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോകും. ഇപ്പോൾ പോകണം ഓഫീസിൽ 2:30-3 മണിയാകും വീട്ടിലെത്താം. എത്തിയ ആ ഒരു പാടന്നെ ഞാൻ ഒരു തുള്ളി ചോറും അപ്പം തന്നെ ഹോം ഷോപ്പ് പദ്ധതിയിൽ സാധനങ്ങളും കൊണ്ടിറങ്ങും. പിന്നെ 6 മണിയൊക്കെ ആകും വീട്ടിലെത്താൻ. 6 മണിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും എൻ്റെ വീഡിയോ ഒക്കെ രാത്രിയാണ് ഞാൻ പിടിക്കൽ. കാരണം അപ്പോഴേ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് വന്നാലും കുറച്ച് അടുക്കിപ്പറിക്കൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പിടിക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും. പിന്നെ കിടന്നുറങ്ങും. രാവിലെ ഞാൻ ഒന്നാമത് നേരം വൈകി നീക്കണം. പിന്നെ ഞായറാഴ്ചക്കാണെങ്കിൽ ഒരു 7-8 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ചുരുക്കം പറഞ്ഞു വന്നിട്ടുണ്ട്, നമ്മളൊരിക്കലും ഭാഗ്യം അല്ലെങ്കിൽ എനിക്ക് ലോട്ടറി അടിക്കട്ടെ വിചാരിച്ച് കുറേ ലോട്ടറി എടുത്ത് കൂട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം ദൈവം കണ്ടിട്ടുണ്ടാവും പറഞ്ഞിരിക്കുക, അതൊന്നുമല്ല. നമ്മൾ പരിശ്രമിച്ചോ നമുക്ക് അതിനുള്ള പ്രതിഫലം ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായി. എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയോട് കൂടിയിട്ട് യാതൊരു പ്രതീക്ഷയില്ലാതെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു വീഡിയോ റീച്ച് ആവാനും വൈറലാവാനും അതേപോലെ ഇതിനൊക്കെ മോണിറ്റൈസേഷനും കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റിയൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോ നമുക്ക് ചെയ്യും കേട്ടോ. അടുത്തൊരു വീഡിയോ ചെയ്യും. കാരണം ഒന്നും അറിയാതെ നമ്മൾ ഒരുപാട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് മാത്രം യൂട്യൂബ് എവിടെ എത്തൂല. അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെടണം. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും
നമുക്ക് എല്ലാത്തിനും ഉണ്ട്, മാന്യമായിട്ടുള്ള എല്ലാ തൊഴിലിനും അതിൻ്റെ അന്തസ്സുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. മറ്റു ഞാനൊക്കെ വിചാരിക്കുന്നു വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ പരിസരം വൃത്തിയാക്കുക, മക്കളെ നോക്കുക, വീട്ടിലിരിക്കുക, ഇതന്നെയാണ് നമ്മളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ധാരണ. അപ്പം അത് തിരുത്തി എഴുതിയത് മെയിനായിട്ട് എന്നെ കിട്ടുന്നില്ല. കാരണം ബാവേട്ടൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് പറയാനുള്ള ബാവേട്ടൻ എന്നാൽ അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, കരച്ചിൽ പിഴിച്ചിൽ വയ്യ, 24 മണിക്കൂറിക്ക് വയ്യ, തലവേദന, അത് ഇത് മറ്റത് മറിച്ചത് പറഞ്ഞാൽ എപ്പോഴും സ്വസ്ഥതക്കേടായിരുന്നു. അപ്പോൾ ബാവേട്ടനാണ് എന്നോട് ഫസ്റ്റ് ഞാൻ പോയത് കമ്പ്യൂട്ടർ പഠിക്കാൻ. അപ്പം എന്നോട് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടിക്കൊണ്ട് സന്ധ്യ എന്ന് വെച്ചാൽ എന്തെങ്കിലും പഠിക്കാൻ പോയി പറഞ്ഞു. ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുമ്പോഴും കുറച്ച് സമയമുള്ളത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പഠിച്ച് ലൈസൻസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ടും എൻ്റെ ടെൻഷൻ മാറുന്നില്ല. മീൻസ് എന്നാൽ തക്കതായ കാര്യമുണ്ട്, ദൈവം സഹായിച്ച് വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ടെൻഷൻ അടിച്ചു തന്നെ. അപ്പോൾ ഇന്ന് ഇതിന്നൊരു മോചനമായിക്കോട്ടെ സന്ധ്യ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ഞാൻ പോയത്. അപ്പോൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഒരു 3 വർഷത്തിലിടയ്ക്ക് ഞാൻ ഈ ചാനൽ ഇട്ടിട്ട് പോയെങ്കിൽ ഒരു പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ടതിനുള്ളൊരു $1 ഇപ്പോഴേ എൻ്റെ അക്കൗണ്ടിലെത്തി. അപ്പോൾ ഈ 3 വർഷത്തിലിടയ്ക്ക് 1, 2 അല്ലെങ്കിൽ 10 വീഡിയോ ഇട്ടിട്ട് ഞാൻ പിന്മാറിയെങ്കിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ എത്താൻ പറ്റില്ല. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബാണ്, പിന്നെ സോഷ്യൽ മീഡിയയാണ്, എങ്ങനെ വരും, എന്ത് വരും, എത്ര റീച്ച് കിട്ടും, എത്ര പൈസ കിട്ടും ഒന്നൊക്കെ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയോ ഞാൻ കഷ്ടപ്പെട്ടതിന് മാത്രമുള്ളൊരു പൈസയ്ക്ക് കിട്ടിയെന്നുള്ളത് മാത്രം. എൻ്റെ കയ്യിൽ പൈസ എത്തിയിട്ടില്ലെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ എന്തായാലും $1 കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇത്രയും ഞാൻ പറയണത് കേട്ടോ. ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാതെ ഞാൻ കഷ്ടപ്പെടുന്നതിനൊക്കെ ഉള്ള ദിവസമായിക്ക് കിട്ടുന്നില്ലേ. പോസ്റ്റേഴ്സിൽ പോയാൽ അവിടെ നിന്നൊരു സാലറി ഉണ്ട്, ഈ ഹോം ഷോപ്പ് പദ്ധതിൻ്റെ ഭാഗങ്ങളായി അതിലുൾപ്പെട്ടതിൻ്റെ അതിൻ്റെ ഒരു സാലറി ഉണ്ട്. അതൊക്കെ പൈസ തന്നെയല്ലേ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഒരു പ്രവാസി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അവസ്ഥ അല്ലേ. കാരണം എത്ര മാത്രം ഒരു കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിൽക്കണമെന്നുള്ളത്, സ്വന്തം മക്കളെ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മേനെയോ. അപ്പോൾ ഒരു പ്രവാസി എന്നൊക്കെ പറയുമ്പോൾ അതിലിടയ്ക്ക് അമ്മ വന്നൊന്ന് വാതിൽ തുറന്നിട്ട് ഞാൻ ഈ പാൽക്കുട്ടിനോട് വാതിൽ കുറ്റിടാൻ പറയാണ്. ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അമ്മ വന്ന് വാതിൽ തുറന്നിട്ട് സദ്യ ഒന്ന് മാറിയതാണ്. പിന്നെ ഞാൻ പോയൊരിത്തിരി ചോറ് കൊണ്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രവാസി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം സ്വന്തം അച്ഛനെ അമ്മേനെ മക്കളെ ഒന്നും കാണാതെ അവിടെ പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നമുക്കൊക്കെ ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെ മക്കളെ വല്ല ഹോസ്പിറ്റലേഴ്സൊക്കെ വരുമ്പോൾ ഒരു ദിവസം പോലും കാണാൻ നിൽക്കാൻ പറ്റില്ല. സാഹചര്യം കൊണ്ട് നമ്മൾ നിന്ന് പോകും. അതേപോലെ തന്നെയാണല്ലോ പ്രവാസികളുടെ അവസ്ഥയും. അപ്പോൾ ഒരു സപ്പോർട്ട്, ₹1000 കിട്ടി, ₹1000 നമ്മളെ ഫോൺ റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പെൻസിലോ പേനോ വാങ്ങാനോ ആയാലും അതായില്ലേ. അപ്പോൾ അത് ഓൾക്ക് കൂടുതൽ സപ്പോർട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഓരോന്നും കഷ്ടപ്പെടുന്നത്. ആർക്കും ഇപ്പോൾ ആഗ്രഹമില്ല ഊന്നും ഉറക്കമില്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം. നമുക്ക് എന്താ പറയുക, ഒന്നുമില്ലെങ്കിലും ദേശാഴ്ച നമുക്ക് തിന്നാനോ കുടിക്കാനോ ഒന്നും ഇന്നേ വരെ ഒരു മുട്ടുണ്ടായിട്ടില്ല. ഒന്നിനും തിന്നാനും കുടിക്കാനൊന്നല്ല, ഒന്നിനും ദേശാഴ്ച ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് വിചാരിച്ചിപ്പോൾ ഞാനിവിടെ കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും 10 രൂപ ഉണ്ടാക്കിയിട്ട് കെട്ടിയതിനെ സഹായിക്കുമ്പോൾ അതൊരിത് വേറെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയിട്ടുള്ളതും ഈ ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുള്ളതും. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ടാവും, ഒന്നും പറയാനും കിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഇനി ഓരോന്നും എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അതെല്ലാം മാക്സിമം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ പിൻ നമ്പർ വരാൻ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ജസ്റ്റ് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തു, റെഡിയായി, നമ്മൾ അക്കൗണ്ടിൽ പൈസ കയറാൻ തുടങ്ങിയപ്പോൾ ആ ഒരു വിശേഷം നിങ്ങളെ മുന്നേ ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ആരും വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കരുത്, എല്ലാവരും പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് എങ്ങനെയെങ്കിലും 10 രൂപ നേരിൻ്റെ പാതയിൽ കൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ നോക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ലക്ഷ്യത്തിക്ക് അങ്ങനെ അറിയില്ല, ഓള് കുറേ സംഭവങ്ങൾ ഓർഡർ വന്നു, അത് ഇത് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. പായിക്കുട്ടിനൊക്കെ ഭയങ്കര ഹാപ്പി. പായിക്കുട്ട മാത്രമല്ല എല്ലാവരും ഒരുപാട് ഹാപ്പി. ഞാൻ വിളിച്ചതൊക്കെ പറയുമ്പോൾ ചിലവർ കരയണം, ചിലവർ ചിരിക്കണം, ചിലവർക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇന്നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷത്തിനൊക്കെ തന്നെ വേറെ സങ്കടം വരുന്നൊരു സംഭവം ഉണ്ടായിട്ടോ. വേറെ ഒന്നുമല്ല, ഞാനിവിടെ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ അമ്മ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിന് പൈസ കയറാൻ തുടങ്ങിയിട്ട് പറഞ്ഞു. ഓക്കെ ആയിരുന്നു. അതിൽ പിന്നെ അമ്മ ഇവിടെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയെന്നേ. അതിൽ അമ്മ വന്നിട്ട് ചോദിച്ചു, സന്ധ്യ ഞാൻ ഉണ്ടാക്കുകയാണ് വീഡിയോ പിടിക്കണേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം.
അതൊക്കെ കുറച്ച് നേരത്തെ കരഞ്ഞോണ്ട് ഇപ്പോൾ കരയില്ലല്ലോ, ഇപ്പോൾ ഒരു കരച്ചിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെ വന്നു അതൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. നല്ല പെരുമഴ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചോർന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി എന്തായാലും അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.